VP James, yes. Merry Christmas. Same നമ്മൾ ഈ to you. പരിപാടി അവസാനിപ്പിക്കാൻ Same to you. പോകുന്നു. ലോകമെമ്പാടുമുള്ള SKM വിശ്വാസികളോട് വിജയകുമാർ ഹാഷ്മി. ഞാൻ വിചാരിച്ചു VP അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു എന്ന്. ആക്റ്റീവാണ്. ഞാൻ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നല്ലേ? അതെ. അല്ല, അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും, ഈ പിശാചിനൊന്നും ഉറക്കമില്ലേ? സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കും, അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ PP, നമ്മളിപ്പോൾ വിശ്വാസികളുടെ ജീവിതം PPക്ക് വളരെ അടുത്തറിയാം. ഒരു കറതീർന്ന വിശ്വാസിയാണ്. അപ്പോൾ ഈ രാത്രി, തിരുപ്പിറവിയുടെ ഈ രാത്രിയിൽ PPക്ക് എന്താ പറയാനുള്ള പ്രേക്ഷകരോട്? അല്ല, SK ഒരു പക്ഷേ ഈ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്കിടയിൽ വളരെ ചെയ്യുന്നതാണ് ക്രിസ്മസ് പാപ്പ, കരോള്, ഒപ്പം തന്നെ ക്രിസ്മസ് ട്രീ, നക്ഷത്രം. അപ്പോൾ ഈ നക്ഷത്രം ഒരുക്കി കാത്തിരിക്കുക എന്നുള്ളത്, ഇപ്പോൾ മുഴുവൻ നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. KP അപ്പൻ സാറിന് വലിയ ഇഷ്ടമായിരുന്നു ക്രിസ്മസ് എന്ന് ഞാൻ നേരിട്ട് സംസാരിച്ച് പോയി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് നക്ഷത്രങ്ങൾ, വിളക്കുകൾ കാണുക എന്നുള്ളത് യഥാർത്ഥത്തിൽ SKN യേശു ക്രിസ്തു ജനിച്ച ബത്ലഹേമിലേക്ക് ഒരു നക്ഷത്രത്തെ കണ്ടുകൊണ്ടാണ് 3 ജ്ഞാനികൾ കിഴക്ക് നിന്ന് വന്നത്. അവർ ഹെറോദേസ് രാജാവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കയറി ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, അപ്പോൾ എന്നോട് പറയണമെന്നാണ് ഹെറോദേസ് രാജാവ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ കുഞ്ഞിനെ വധിക്കണമായിരുന്നു. എന്തായാലും അവരെ ഇത് ചെയ്തുകൊണ്ടാണ് ആ നക്ഷത്രം വഴികാട്ടി എന്നുള്ളതിലാണ് ക്രിസ്മസ് നക്ഷത്രം വന്നത്. ഒപ്പം തന്നെ SKN ക്രിസ്മസ് പാപ്പ ലോകമെമ്പാടും വളരെ ഫേമസ് ആണ്. അപ്പോൾ ക്രിസ്മസ് പാപ്പ അയാളുടെ വേഷമാണ് പലപ്പോഴും ഈ ഇതിനൊക്കെ പോകുമ്പോൾ, കരോളിനൊക്കെ പോകുമ്പോൾ ധരിക്കുന്നത്. അത് സെയിന്റ് നിക്കോളാസ് എന്ന ഒരു ബിഷപ്പിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പാവപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്ന ക്രിസ്മസ് പാപ്പയെ കുറിച്ച് പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ആർട്ടിക് അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിൽ നിന്നാണ് ഈ പാപ്പ വരുന്നു എന്നാണ് വിശ്വാസം. കലമാന്റെ പുറത്തേറി, അത് അവിടുത്തെ ഉത്തര ധ്രുവത്തിലെ കലമാന്റെ പുറത്ത് കയറിയാണ് ക്രിസ്മസ് പാപ്പ വരുന്നത്. സമ്മാനങ്ങളുമായി കോടിക്കണക്കിന് കുട്ടികൾക്ക് സമ്മാനമായി എത്തുന്നു എന്ന വലിയ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഒരു ക്രിസ്മസ് പാപ്പയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ക്രിസ്മസ് ക്രിബ്, ഇതെല്ലാം സ്വപ്ന സമാനമായിട്ടുള്ളൊരു ആഘോഷത്തിന് വഴിയൊരുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരുപക്ഷെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഞാൻ യുദ്ധത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. പക്ഷെ യുദ്ധം മാറി സ്നേഹവും സമാധാനവും ഉള്ള ഒരു കാലഘട്ടം വരട്ടെ എന്നുള്ള വലിയ ആശംസയാണ് SKN ക്രിസ്മസ് കാലത്ത് പറയാനുള്ളത്. താങ്ക് യു VP James. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.